ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. കുറച്ച് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിലാണല്ലേ. ഞാൻ അതിന് മുമ്പ് പറഞ്ഞിനി എയർപോർട്ടിലേക്ക് വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് നമ്മൾ ഇനി ഇവിടുന്ന് പിക്കപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കുക ആവുക അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിനി. എങ്ങോട്ടാണ് നമ്മൾ ആവേണ്ടത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അതിന് ഒരു ഗ്യാപ്പോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇങ്ങോട്ട് വന്നിക്കണ്, അതിനുശേഷം കുറേ തവണ ഇങ്ങോട്ട് വന്നിക്കണ്. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടായിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഇവിടുന്ന് പിക്കപ്പ് കിട്ടുകയാണെങ്കിൽ എങ്ങനെയാണ് ക്യൂവിൽ എത്ര ആളുണ്ട് എന്നുള്ളത് നോക്കിയിട്ട്, നമ്മളൊരു 10-50 വണ്ടിൻ്റെ മേലെ ക്യൂവിലുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഭയങ്കര ക്യൂ ആണെങ്കിൽ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പം ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നിൽക്കും. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ പോകാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, അതിൻ്റെ റൂം ഇവിടെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ ഇന്നലെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് ശേഷം ഇറങ്ങാമെന്നുള്ള ഒരു മൈൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് കാണാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഇങ്ങനെ പോവുള്ളൂ കേട്ടോ. ബാക്കി ഇങ്ങനെ പറഞ്ഞുതരാം. ഇതിപ്പോൾ ടെർമിനൽ, അതായത് ഡിപ്പാച്ചർ 1-ലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ ഇവിടെ ഇറക്കിയിട്ട് ഞാനിവിടെ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ്. ഇവിടെ വണ്ടി എടുത്തിട്ടൊന്നുമില്ല. ഇവിടുന്ന് നേരെ നമ്മൾ പുറത്തുനിന്ന് നേരെ ഡിപ്പാച്ചറിൻ്റെ ലൈനിലേക്ക് കയറുക. ലൈനിലേക്ക് കയറിയിട്ട് അവിടുന്ന് നേരെ എന്ത് ചെയ്യുക, ഇവിടെ ഡിപ്പാച്ചർ 2-ൽ വന്നിട്ട് 1-ൽ വന്നിട്ട് ഇറക്കിയിട്ട് അവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ട് പോണ വഴിയാണിത്. സ്ട്രൈറ്റ് ആയിട്ട് നേരെ വരിക. ഓക്കെ, നേരെ വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് ഒരു വഴി കാണാം. ഇത് റൈറ്റിലേക്ക് വരിക. ഇവിടെ നമ്മള് നേരെ പോണം. ഓക്കെ, ഇവിടെ നമ്മൾ റൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എക്സിറ്റാ, അതായത് നമ്മൾ വേറെ എങ്ങോട്ടും ടെർമിനൽ 1-ക്കോ 2-ക്കോ ഒന്നും പോവാതെ നേരെ എക്സിറ്റാണ് ഈ കാണുന്ന എക്സിറ്റ്. ഓക്കെ, കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, എയർപോർട്ടിൻ്റെ വീഡിയോ എന്താ ചെയ്യാത്തത്. നമുക്കിതുവരെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതുവരെ പറ്റിയിട്ടില്ല സീരിയസ്ലി. കാരണം ഇനി നമുക്കും ഒന്ന് എയിമായി വരണ്ട ഇവിടെ. അപ്പോൾ എയിമായിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ ഈ വഴി. ഇവിടുന്ന് റൈറ്റിലേക്ക് ഈ കണ്ട വഴി നമുക്ക് എക്സിറ്റിലേക്ക് പോകാനുള്ള വഴിയാ. പിന്നെ ഈ റൈറ്റിലേക്ക് കാണുന്നതാണ് പാർക്കിങ്, അതായത് പാർക്കിംഗ് 4. നമുക്കൊക്കെ പാർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഊബറിന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർക്കിംഗ് സ്പോട്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഈ റൈറ്റിലേക്ക് തന്നെ പിടിച്ചിട്ട് പോവുക. ഓക്കെ, പിന്നെ ഇതിന്റെ ഇപ്പൊ നിക്കണതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മളെ പാർക്കിംഗ് 3 ഉള്ളത്. ഓക്കെ, ഈ സ്ഥലത്ത് നമുക്ക് പാർക്കിംഗ് 7-ല് P7-ൽ പോയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മളെ ഊബർ ടാക്സി വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതെടുക്കാം. ഈ സ്ഥലമാണ് മെയിൻ. ഈ ബ്രിഗേഡിന്റെ ബോർഡ് ഉണ്ടോ നിങ്ങൾ, ഈ വൈറ്റ് ബോർഡിന്റെ ലെഫ്റ്റിക്ക് പോയാല് അത് നിങ്ങൾ ഓർത്ത് വെച്ചോളി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടുന്ന് റൈറ്റിക്ക് തന്നെ നമ്മൾ പിടിക്കുക. ഈ ബ്രിഗേഡിന്റെ ബോർഡാണ് അടയാളം. ഇവിടെ നമ്മൾ റൈറ്റിക്ക് തന്നെ പിടിച്ചിട്ട് സ്ട്രൈറ്റ് പോവുക. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വരികയാണ് ഞാൻ. എനിക്ക് ഇതിന്റെ ഉള്ളിൽ ഈ ചുറ്റൽ എനിക്ക് വെറുതെ ആണ്. ഇവിടുന്ന് നമുക്ക് ആ കാണുന്ന ലെഫ്റ്റിലേക്കുള്ള റോഡ് നമുക്ക് എക്സിറ്റ് ആണ്. ഓക്കെ, എക്സിറ്റ് ആണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ ടെർമിനൽ 2-ലേക്കുള്ള വഴിയാണ്. ഇവിടുന്ന് ഇങ്ങനെ പോവുക, ഈ സ്ട്രൈറ്റ് കണ്ടിന്യൂസ് ഈ റോഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പിടിച്ചിട്ട് ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ടെർമിനൽ ഡിപ്പാച്ചർ 1 ആണിത്. ഓക്കെ, ഈ ഡിപ്പാച്ചർ 1-ലേക്ക് കയറാം. ഇവിടുന്ന്
ഡിപ്പാച്ചർ ടെർമിനൽ 1. ഞാൻ ഇങ്ങോട്ട് ഇപ്പൊ വെറുതെ വന്നാട്ടോ, കാര്യമായിട്ട് വന്നോന്നല്ല, വെറുതെ വന്ന നിങ്ങൾക്ക് ഈ ടെർമിനലിന്റെ ഏരിയ കാണിച്ചു തരാൻ വേണ്ടിട്ട് ജസ്റ്റ് കയറി വന്നതാ. അതായത് എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ കയറേണ്ടതാവണ്ടേന്നുള്ളത് അറിയണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതാണ് ഡിപ്പാച്ചർ. ഓക്കെ, ഇവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ട് പോവാ. നമുക്ക് ചില സമയത്തും അധികം എന്താ പറയാ, ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളെ നമുക്ക് അവിടെ ഇറക്കാണ്ടാവുള്ളൂ. ഈ ഇന്റർനാഷണൽ ഫ്ലൈറ്റിലേക്കുള്ള ആളുകളൊക്കെ നമുക്ക് ഇവിടെ കൂടുതലായിട്ട് ഇറക്കാണ്ടാവുക. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ കണ്ടിന്യൂ ആയിട്ട് പോണ്. ഇനിയും മേ ബി നമുക്ക് ഒരു റൗണ്ടും കൂടിയും ഇവിടുന്ന് ചുറ്റേണ്ടി വരും. ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ അത്രയും റിസ്ക് ഒക്കെ എടുക്കാനുണ്ട്, അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തരിക. എനിക്ക് നല്ല ഉറക്കിന്റെ ക്ഷീണമുണ്ട്. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി സൈഡാക്കിയിട്ടിട്ട് ഇങ്ങനെ ട്രിപ്പൊന്നും കിട്ടാഞ്ഞപ്പം ഞാൻ സൈഡാക്കിയിരിക്കുന്ന സമയത്ത് ഒന്ന് ഉറങ്ങിപ്പോയി. ആ സമയത്ത് ഇങ്ങനെ ബ്ലൂ അടിച്ചിട്ട് വന്നിട്ടുള്ള ഒരു ട്രിപ്പാണ് ഇപ്പം എടുത്തത്. ആളിൻ്റെ അടുത്ത് കുറച്ച് സംസാര വിഷയമൊക്കെ ആക്കി. കാരണം ടോളിൻ്റെ എമൗണ്ട് നമുക്ക് ആദ്യം കാണിക്കൂലല്ലോ. ടോളിൻ്റെ എമൗണ്ട് കാണിക്കാത്തതുകൊണ്ട് തന്നെ ആള് നമ്മളെ അടുത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ആദ്യം കാണിക്കാത്തതുകൊണ്ട് 700 സംതിങ് ആള് പറഞ്ഞ 500 സംതിങ് കാണിച്ചിട്ടുള്ളൂ. പിന്നെ ആളടുത്ത് ഗൂഗിൾ പേ ഇല്ല. അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നമുക്ക് എക്സിറ്റ് പോകാനുള്ള വഴിയുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ടെർമിനൽ 1ക്കും 2ക്കും പിന്നെ കറങ്ങാനുള്ള, ഇതിൻ്റെ ഉള്ളിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കറങ്ങിപ്പോവും. ഇവിടെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോവുക, റൈറ്റിലേക്ക് വെടിച്ച് പോവുക. വീണ്ടും നമ്മൾ കണ്ടോ ബ്രിഗേഡിന്റെ അവിടെ എത്തി. ഓക്കെ, നേരത്തെ നമ്മൾ ആ വന്നിട്ടുള്ള വഴി തന്നെ ഇത്. ഇതിന്റെ അപ്പുറത്തെ സൈഡ് കൂടിയാണ് നമ്മൾ വന്നത്. ആ എൻഡിലുള്ള ആ റോഡ് കൂടിയാണ് നമ്മൾ ഇവിടെ നേരത്തെ വന്നത്. ഓക്കെ, ഒന്നും കൂടി നമുക്ക് തവാഫ് ചെയ്യാം. ഓക്കെ, ഇതിലിങ്ങനെ ആ റോഡ് ഞാൻ പറഞ്ഞില്ലേ, ഈ ബ്രിഗേഡിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ളതാ. ആ സൈഡിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഇവിടെ എത്താം. ടോള് കട്ട് ചെയ്തിട്ട് പുറത്തു പോകാനുള്ള വഴിയാണത്. ആ റോഡിന് സ്ട്രെയിറ്റ് അങ്ങനെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ടാക്സിക്കാരൊക്കെ ഇങ്ങനെ സൈഡിൽ ഇരിക്കുന്നതും ആവണമൊക്കെ കാണാൻ പറ്റും. അവിടെയാണ് ആ റോഡിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ടോള് കട്ട് ചെയ്തിട്ട് പോകാനുള്ള റോഡാണ്. കാലിയൊക്കെ അടിച്ചു പോണ സമയത്ത് ടോള് കട്ട് ചെയ്തിട്ട് പോകണമെങ്കിൽ അങ്ങനെ തന്നെ പോവാം. നമുക്ക് ഇതാക്കണം, ഈ അറൈവൽ 1ന്റെ ഭാഗത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോവാം. സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് ഇവിടുന്ന് ഈ റൈറ്റ് തന്നെ ആട്ടോ എടുക്കേണ്ടത്. ആ ബ്രിഗേഡിന്റെ അവിടെ നിന്ന് റൈറ്റ്, പിന്നെയും റൈറ്റ്, അങ്ങനെ നേരെ വരാം. നേരെ ഈ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോ. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ എനിക്കറിയില്ല. ഞാൻ വൈഡ് ക്യാമറ ഇട്ടിട്ടാണ് എടുക്കണത്. ഓക്കെ, നൈറ്റ് ടൈം ആയതുകൊണ്ട് ഒന്നാമത് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടുന്ന് നേരെ പോവാം. റൈറ്റിലേക്ക് കയറി അടിയിൽ കൂടിയുള്ള വഴി കൂടി ഇങ്ങനെ വരാം. എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പിടിക്കാം. അപ്പൊ അവിടുന്ന് ലെഫ്റ്റ് നാട്ടോ, ലെഫ്റ്റ് ആണ് കയറിയത്. VIP ഡ്രോപ്പ് ഓഫും കാര്യങ്ങളുണ്ട്. ഡിപ്പാച്ചർ 2. ഇപ്പൊ നമ്മള് ഡിപ്പാച്ചർ 2ലേക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഡിപ്പാച്ചർ 2. നമ്മളിപ്പോ ഡിപ്പാച്ചർ 2ല് നമുക്ക് എന്തെങ്കിലും
അതായത് ഡ്രോപ്പ് ഓഫിന് വരേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പം വന്നിട്ടുള്ള വഴിയില്ലേ, ഈ വഴി കൂടിയാണ് നമുക്ക് ഡ്രോപ്പ് ഓഫിന് നമുക്ക് വരാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു വരവ് തന്നെ എല്ലാ സൈഡും കാണിച്ചു തന്നാല് ഡൗട്ട് അങ്ങനെ ക്ലിയർ ആയിക്കോളല്ലോ എന്ന് കരുതില്ല. കാരണം നമുക്ക് എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും ഇതേപോലെ വീഡിയോ എടുക്കാനാവാനും പറ്റൂല, സൗകര്യം കിട്ടൂല. അപ്പൊ അതുകൊണ്ടാ ഈ സമയത്ത് ഞാൻ വന്നപ്പോ ഏതായാലും ഇങ്ങനെ ഫുള്ളായിട്ട് എടുക്കുക എന്നുള്ള കരുതിയിട്ട് എടുക്കണത്. ഇനിയും റൗണ്ട് ചെയ്യണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ റൗണ്ട് ഇതൊക്കെ നഷ്ടാ. എന്റെ CNG ഒരുപാട് ചെലവാ. എന്നാലും പ്രശ്നമില്ല. കുറെ ആൾക്കാർക്ക് സംശയമുണ്ട്, കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ്. കാരണം ഇതിനുള്ളിൽ 4-5 റൗണ്ടൊക്കെ ചുറ്റും ഓരോരുത്തർ വന്നാല്, എന്നാലേ ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയുള്ളൂ. ഇപ്പൊ ഈ സൈഡിൽ കാണുന്ന വണ്ടികളൊക്കെ ഇല്ലേ, ഇതൊക്കെ ട്രിപ്പ് അടിക്കാൻ വേണ്ടിട്ട് സൈഡാക്കിയിട്ടതാ. നമുക്കും അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ സൈഡാക്കിയിട്ടാൽ ട്രിപ്പ് അടിക്കാൻ വേണ്ടി കാത്തിരിക്കാം. പക്ഷേ ഭയങ്കര നഷ്ടാ. ഒരുപാട് വണ്ടികളുണ്ട്. എപ്പോഴാ ഇതൊന്ന് കഴിയാ എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. നമ്മളിവിടുന്ന് എന്ത് ചെയ്യാ, ഇവിടുന്ന് നേരെ അറൈവൽ 2, അതായത് ഈ റൈറ്റ് സൈഡിലേക്ക് തന്നെ പിടിക്കാം. ഈ റൈറ്റ് സൈഡിൽ പിടിക്കുമ്പോൾ ഇവിടെ ഒക്കെ കാണുന്നില്ല നിങ്ങള്, കുറേ വണ്ടികൾ ഇങ്ങനെ നിർത്തിട്ടിരിക്കണ് അടിക്കാൻ വേണ്ടിട്ട്. വെയിറ്റിംഗ് എല്ലാരും ഭയങ്കര കട്ട വെയിറ്റിംഗ്. ഇവൻക്ക് ട്രിപ്പ് അടിച്ചിട്ട് ഇവൻ അടുത്ത സ്ഥലത്തേക്ക് പിക്കപ്പിന് പോവാണ്. ബാക്കിയുള്ളവര് പിക്കപ്പ് എടുക്കാൻ വേണ്ടിട്ട്, പിക്കപ്പ് കിട്ടാൻ വേണ്ടിട്ട്, അതായത് നമുക്ക് ഓർഡർ അടിക്കാൻ വേണ്ടിട്ട് അവിടെ അങ്ങനെ കാത്തിരിക്കാം. നിങ്ങള് വരുമ്പോ ഇത്ര ഒന്നും ചുറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് മനസ്സിലാവും എവിടുന്ന് ഏത് സമയത്ത് എങ്ങനെ ഡൈവേർട്ട് ആവണം എന്നുള്ളത്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അത് നിങ്ങൾ അതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. ഇപ്പം ഈ ഏരിയ ഈ ഏരിയ നമ്മൾ ഡിപ്പാച്ചർ 2 വരുമ്പോൾ ഈ ഏരിയ കിട്ടും. നമ്മൾ ഡിപ്പാച്ചർ 1 വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, നമ്മൾ ഈ ഡിപ്പാച്ചർ 2ലേക്ക് കേറിയില്ലേ, ആ സ്ഥലല്ലേ, ആ സ്ഥലത്തിന്റെ റൈറ്റ് സൈഡിലേക്ക് കൂടി വേണം പോവാന്. അതായത് ഡിപ്പാച്ചർ 2ലേക്ക് നമ്മൾ കേറിയതിന്റെ റൈറ്റ് സൈഡിലേക്ക് കൂടി വേണം, താഴത്തു കൂടി തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് വേണം നിങ്ങള് പോവാന്. ഓക്കെ, ഇത് നമുക്ക് അറൈവൽ 2ന്റെ ഒക്കെ ഏരിയ ആണ്. പിക്കപ്പ് കണ്ടോ, പിക്കപ്പ് ഈ ലെഫ്റ്റ് സൈഡില്, കണ്ടിന്യൂ ഈ ലെഫ്റ്റ് സൈഡിൽ പോവാ. ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് 2 ആണ് ഈ അണ്ടർ ബ്രിഡ്ജില്. ഓക്കെ, നമുക്ക് ഇതന്നെ കണ്ടിന്യൂ ചെയ്ത് പോണം. ഞാൻ ഈ ഓക്കെ പറയണത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുണ്ടോ? വേറെ ഒന്നല്ല, ഞാൻ എന്റെ ഒരു കംഫർട്ടിന് വേണ്ടിട്ട് തന്നെ പറയാം. കാരണം നമ്മള് സംസാരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യായതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിട്ട് ഒരു ഗ്യാപ്പ് വരുമ്പോ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഓക്കെ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോവാ. ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, റൈറ്റിൽ പിടിക്കാം. ഈ റൈറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ റൈറ്റിൽ ഇങ്ങനെ പിടിക്കാൻ കഴിയും. പിടിച്ചിട്ട് നമ്മള് ഇതൊരു താഴേക്കുള്ള വഴിയാ, ഒരു അണ്ടർ പാസിംഗ്. ഈ അണ്ടർ പാസിങ് ഇറങ്ങുക. ഈ അണ്ടർ പാസിങ് നമ്മൾ ഇറങ്ങുക, പയ്യെ ഇറങ്ങുക. ഇവിടെ ഒരു ഹമ്പുണ്ട്. ഇത് ചില സമയത്ത് സ്പീഡിൽ വരുന്ന സമയത്ത് ചാടി പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. ഞാനിത് ഇങ്ങനെ പറഞ്ഞു പോണ എന്താ വെച്ചാൽ എനിക്ക് ഈ വോയിസ് ഓവർ ചെയ്യാനാവാനൊന്നും അറിയൊന്നുമില്ല. ഇത് എങ്ങനെയാണ് ചെയ്യാവ ഐഡിയ ഒന്നുമില്ല. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് തന്നെ പോരുക. എന്നിട്ട് ഇവിടുന്ന് ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ റൈറ്റിലേക്ക് തന്നെ എടുക്കുക. റൈറ്റിലേക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ടെർമിനൽ പാർക്കിംഗ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡുകളൊക്കെ കാണാം. ഇനിയാണ് മെയിന്. ഇനി വരുന്ന ബോർഡ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ മുന്നിലുള്ള കാറ് പോണത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് നമ്മളെ ഈ ബോർഡ് ശ്രദ്ധിക്കുക. ഇതാണ് ആപ്പ് ടാക്സി പിക്കപ്പ്. ഈ ആപ്പ് ടാക്സി പിക്കപ്പ് കണ്ടില്ലേ, ഇവിടാണ് നമുക്ക് ഓർഡർ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിക്കപ്പ് എടുക്കാൻ പോവാനുള്ള സ്ഥലം. അതായത് ഇവിടുന്ന് ഈ
റൈറ്റിലേക്ക് കാണുന്ന വഴിയില്ലേ, ഈ റൈറ്റിലേക്ക് കാണുന്ന വഴി കൂടി വേണം നമ്മൾ പിക്കപ്പ് എടുക്കാൻ കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിലെ പിക്കപ്പ് എടുക്കാൻ കയറുക. അവിടെ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് പിക്കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ കാണിച്ചു തരാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, അതിലൂടെ കയറിയിട്ട് നേരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കാരണം നമ്മളെ ആപ്പ് ടാക്സികൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. നമ്മളെ ലൈനിൽ നിൽക്കുക, നമ്മളെ ആളെ അവിടെ വെയിറ്റ് ചെയ്തോളും. നമ്മളെ ലൈനിൽ നിന്ന് 1 by 1 ആയിട്ട് ഉള്ളിലേക്ക് കയറി അവിടെ സെക്യൂരിറ്റീസും കാര്യങ്ങളും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെക്കിങ് മീൻസ് അങ്ങനെയല്ല, നമുക്ക് ഗേറ്റ് പാസും കാര്യങ്ങളൊക്കെ അത് കടക്കുക, ഉള്ളിൽ കയറിയിട്ട് തിരിച്ച് നമുക്ക് അവരെയും കൂട്ടിയിട്ട് ഇങ്ങനെ എക്സിറ്റൊക്കെ എല്ലാവർക്കും ഇറങ്ങാനറിയില്ലേ, എക്സിറ്റിലൂടെ ഇങ്ങനെ ഇറങ്ങി പോരാ. ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ നമ്മൾ വീണ്ടും എവിടെ എത്തിയെന്ന് പറയാം, നമ്മളാ ബ്രിഗേഡിന്റെ ബോർഡ് കണ്ടില്ലേ, ആ ബോർഡിന്റെ ഏരിയയിലെത്തി. ഇവിടെ എത്രേ ഉള്ളൂ, എങ്ങനെ ചുറ്റിയാലും ഈ ഒരു ഏരിയയിൽ കിടന്ന് ഇങ്ങനെ കളിക്കും. എത്ര ചുറ്റിയാലും ഈ ഒരു ഏരിയയിൽ വന്നിട്ട് കളിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പക്ഷെ നമുക്കൊന്ന് ഫസ്റ്റ് ടൈമിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വട്ടം ഭയങ്കരമായിട്ട് വട്ടം കറങ്ങിപ്പോവും. ഞാനൊക്കെ ഫസ്റ്റ് ടൈമിൽ വന്ന സമയത്ത് ഞാൻ വേറൊരാളെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇത് കൂടി പിക്കപ്പ് പോയിന്റിലൊക്കെ പോയത്. അന്നത്തെ കേസ് നിങ്ങൾക്ക് അറിയാലോ, നമ്മള് പിക്കപ്പ് എടുക്കണം, ഇതടിക്കണം എന്നുള്ളത് അറിയില്ല. നമ്മള് നേരെ ആ ഇപ്പൊ കാണിച്ച ആപ്പ് ടാക്സിന്റെ ഏരിയ പോയി, അവിടെ പോയിട്ട് നിന്നിട്ട് നമ്മളാകെ ചമ്മി ശശിയായി സോമനായി തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് ഈ ലെഫ്റ്റിക്ക് പോയാലാട്ടോ ടോള് കട്ട് ചെയ്തിട്ട് നമുക്ക് പുറത്ത് കടക്കാനുള്ള ടാക്സിക്കാരെ ഏരിയ. ഞാൻ വീണ്ടും ഇതിൽ കയറിയത് എന്തിനാവും എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ടോള് കട്ട് ചെയ്യണില്ല, ഞാൻ നേരെ അവിടെ നിന്ന് അങ്ങനെ എക്സിറ്റ് പോകാനുള്ള പരിപാടിയാണ്. അപ്പം ഈ എക്സിറ്റ് പോകണിടത്തോളം കൂടി ഞാനും എക്സിറ്റ് പോവാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ. ഇത് ചിലപ്പോ നിങ്ങൾക്ക് ലാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ സംസാരിക്കണതൊക്കെ ഭയങ്കര ഒരു ഉറക്കപ്പിച്ചിലാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്താ കൂടുതൽ സംസാരിക്കേണ്ടി ആവേണ്ടി എന്നുള്ള ക്ലിയർ ഇല്ല. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ എന്റെ സംസാരം കേട്ടിട്ടില്ലെങ്കിലും ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിക്കോട്ടെ എന്നുള്ള കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത് ഇപ്പൊ തൽക്കാലം. ഓക്കെ, അപ്പൊ എന്തായാലും സന്ധ്യക്കും വരേക്കും വണക്കം. നമ്മളൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് എത്ര വണ്ടികള് അവിടെ ഉണ്ട് എന്നുള്ളത് പറയാൻ മറന്നുപോയി. 135 മുതൽ 150 വണ്ടികൾ ഊബറിൻ്റെത് മാത്രം അവിടെ ക്യൂവിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോ ഗൈസ്, ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് വീട്ടിൽ പോകലുണ്ടാവില്ല. ആ ഈ മുന്നിൽ പോകുന്ന ആ ടാക്സികളൊക്കെ കാലിയാണ്. കാലടിച്ചോണ്ട് അവര് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ എയർപോർട്ട് റോഡിൽ പോവാന്ന് പറഞ്ഞൊരു ഇൻട്രസ്റ്റാണ്. ഒന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ വെച്ചങ്ങോട്ട് പിടിച്ചാൽ മതി. നല്ല സുഖമായിട്ട് പോവാ, ആരെ ശല്യമില്ല, ആരെ ബുദ്ധിമുട്ടും ഇല്ല, ഒന്നുമില്ല. പകലായതുകൊണ്ടാ. രാത്രി ഇതിൽ വരാൻ എന്ത് രസാന്ന് അറിയോ, ആ ലൈറ്റിംഗ് ഒക്കെ കാണുമ്പോ. പകല് മീൻസ് രാത്രിയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയത്, ഇരുട്ടതാ കയറിയത്. ഇപ്പൊ തിരിച്ചിറങ്ങണത് വെളിച്ചമായി വരുന്നത്. അതായത് രാവിലെ സമയമാണ്, രാവിലത്തെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാൻ പോയത്. അവര് കൊൽക്കത്തക്കാരോ ഒറീസക്കാരോ എന്തോ ആണ്. ഒരമ്മ ഉണ്ട്, നടക്കാൻ കഴിയില്ല, വാക്കറില. അപ്പൊ അവരെ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തിട്ട് തിരിച്ചങ്ങോട്ട് പോവാ, ചികിത്സക്ക് വേണ്ടിയിട്ട് അവര് വന്നതാ.
കാര്യം ഞാൻ പറയാൻ മറന്നു പോയിട്ടാ. ഞാനിപ്പോ ഇങ്ങനെ ചുറ്റിയത് അതിന്റെ ഉള്ളിലായതുകൊണ്ട് അതിന്റെ ഉള്ളിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ വരാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ വന്നിട്ടാണ് ഞങ്ങൾക്ക് ഓരോരോ സ്ഥലവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അല്ലാതെ അതിലേക്ക് പോവാനുള്ള സ്ഥിരം റൂട്ട് അതല്ല. അത് നിങ്ങൾക്ക് അതിനുള്ളിൽ തന്നെ പോകുമ്പോൾ റോട്ടിൽ കൂടി പോകുന്ന സമയത്ത് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ടെർമിനൽ 1, ടെർമിനൽ 2, അറൈവൽ 1, അറൈവൽ 2, ഡിപ്പാച്ചർ 1, ഡിപ്പാച്ചർ 2, VIP ഏരിയ ഒക്കെ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് തന്നെ എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് നോക്കുക. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് റോഡൊക്കെ കാണുമ്പോൾ നമുക്ക് പറപ്പിച്ച് പോകാനൊക്കെ തോന്നും. പക്ഷെ പറപ്പിക്കരുത്. നമ്മൾ സാവധാനം പയ്യെ പോവുക. പയ്യെ പനയും തിന്നാതല്ലേ, പയ്യെ പോവുക. ബോർഡുകൾ ശ്രദ്ധിക്കുക, റോഡ് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ആ കറക്റ്റ് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഇവിടെ 129 രൂപ എനിക്ക് നഷ്ടമാണ്. എൻ്റെ കയ്യിൽ നിന്നാണ് ആ എമൗണ്ട് പോവുക. അപ്പൊ നമ്മളിപ്പോ ഈ വന്ന ട്രിപ്പിന് എനിക്ക് 800 രൂപ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഊബറിൽ കാണിച്ചിട്ടുള്ള റേറ്റ് 590 സംതിങ് ആണ് എനിക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പൈസ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അത്. ഇപ്പൊ ഇവര് ഈ 0 കമ്മീഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ച് 0 കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് കമ്മീഷനൊക്കെ പിടിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും 5% വെച്ചിട്ട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അതിപ്പം അങ്ങനെ പിടിക്കും. അത് പിടിച്ചാലും ഈ ആഴ്ചത്തെ നിങ്ങൾക്ക് അടുത്ത ആഴ്ച അത് റീഫണ്ട് ആവും. അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. കൂടുതൽ പിടിക്കും അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി നമുക്ക് കിട്ടണില്ല അതീന്ന്. നമ്മളെ ക്ലാരിറ്റി വരുന്നാലല്ല നമുക്ക് കാര്യങ്ങള് ക്ലിയർ ആവുള്ളൂ. അല്ലാതെ നമ്മള് വെറുതെ എന്തെങ്കിലൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിലും എനിക്ക് അറിയണം, എനിക്കത് മനസ്സിലാവണം, എനിക്ക് അതിന് ക്ലാരിറ്റി വേണം. അതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചത്. ഇത് പറഞ്ഞ് അത് അങ്ങനെ തന്നെയാണ്, 0 കമ്മീഷനാണ്. അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തു 5% കമ്മീഷൻ വെച്ച് പിടിക്കണ്ടല്ലോ. അപ്പൊ പറഞ്ഞ് അത് പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അടുത്ത ആഴ്ച അടുത്ത വീക്കിൽ അത് റീഫണ്ട് ആവും. അങ്ങനെയാണ് അതിന്റെ സ്കീം, അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, റീഫണ്ട് ആവട്ടെ. റീഫണ്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാലോ. റീഫണ്ട് ആയിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മളെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. നമുക്ക് അത് അതിനുള്ള കാര്യങ്ങൾ എന്താ നടപടി എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മള് വിഷയത്തിൽ തന്നെ മാറിപ്പോയി. ഡിപ്പാച്ചറിൽ ഇതൊക്കെ കയറാനാവാനൊക്കെ വഴിയുണ്ട്. ഈ അറൈവൽ 2ലേക്കും അറൈവൽ 1ലേക്കും ഇപ്പൊ നമ്മൾ പോയ ആ സെയിം റൂട്ടിൽ തന്നെ പോവാ. പക്ഷെ അല്ല, ഡിപ്പാച്ചറില് അറൈവലിലേക്ക് നമ്മൾ ഡിപ്പാച്ചറിൽ, അതായത് നമുക്ക് ഫ്രണ്ടിൽ ഫസ്റ്റ് ഒരു ചെക്കിങ് ഉണ്ട്. ഫസ്റ്റ് കസ്റ്റംസിന്റെ പോലത്തെ ഒരു ചെക്കിങ്, നമ്മളെ വണ്ടിന്റെ ഒരു ചെക്കിങ് ഉണ്ട്. വണ്ടി ഇങ്ങനെ കാണാതെ ഗേറ്റ് ഒക്കെ വെച്ചിട്ട് കുറെ ഹമ്പൊക്കെ ഇങ്ങനെ ചാടി ഇങ്ങനെ പോയിട്ടുള്ള ചെക്കിങ് ഉണ്ട്. അവിടുന്ന് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോയാലാണ് നമുക്ക് ഈ ടെർമിനൽ 1ക്കും 2ലേക്കൊക്കെ പോകാനുള്ള. അറൈവലിലേക്ക് അവിടുന്ന് റൈറ്റിലേക്ക് പോയാലാണ് അറൈവലിലേക്ക് പോകാനുള്ള ഏരിയാസ് ഒക്കെ ഉള്ളത്. ഓക്കെ. നമ്മളെ വീഡിയോയിൽ ഞാൻ അത് കാണിച്ചിട്ടില്ല, കാരണം എനിക്ക് ആ സൈഡൊക്കെ എന്തായാലും പോകാൻ കഴിയൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് കാണിച്ചിട്ടില്ല. ബാക്കിയുള്ള ഭാഗം ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ. അറൈവൽ 2 വരെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഡിപ്പാച്ചർ 2 കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ 1 കാണിച്ചു തന്നിട്ടുണ്ട്. ഡിപ്പാച്ചർ. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പാർക്കിംഗ് ഏരിയ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയും ഇതിനുള്ളിൽ വന്ന് പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്നെ വിളിക്കണ്ട. വിളിച്ചതിന് വെച്ച പ്രശ്നമില്ല കേട്ടോ. വിളിച്ചെന്ന് ചോദിച്ച പ്രശ്നമില്ല, നമ്മൾ പറഞ്ഞുതരാം. പക്ഷെ നമ്മൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ നിങ്ങൾ സ്വയമായിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് അത് കണ്ട ബോർഡ് വായിച്ച് അതെങ്ങട്ടാണ് അതിന്റെ ഏറോ മാർക്ക് നോക്കി അത് മനസ്സിലാക്കി 2 പ്രാവശ്യം വയ്യ തെറ്റി അതിൻ്റെ ഉള്ളിൽ കറങ്ങുമ്പോൾ 3ാമത്തെ തവണ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകാനുള്ളത് പഠിച്ചോളും. ഓക്കെ. അപ്പോ ശരി, ഞാൻ ബായ് പറഞ്ഞ് നിർത്തിയതാണ് വീഡിയോ. വീണ്ടും വന്നത് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് മറന്നതുകൊണ്ട് ഇനിയിപ്പൊ അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യണ്ടല്ലോ എന്നുള്ളത് കരുതിയിട്ടാ. ഓക്കെ. അപ്പൊ ശരി.